അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ഒരുക്കാം, കൂലി നേടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ജഹസ ഗാസിയൻ ഫി സബീലില്ലാ ഫഖദ് ഗസാ വമൻ ഖലഫ ഗാസിയൻ ഫി അഹ്ലിഹി ബിഖൈരിൻ ഫഖദ് ഗസാ. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പടപ്പുറപ്പാടിന് മറ്റൊരാളെ തയ്യാറാക്കിയാൽ അവൻ പടപ്പുറപ്പാടിന് ഇറങ്ങിയവനെ പോലെയാണ്. ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടക്കിറങ്ങിയ ഒരാൾക്ക് പകരം നല്ല രൂപത്തിൽ അയാളുടെ വീട്ടുകാര്യങ്ങൾ ഒരാൾ നോക്കിയാൽ അയാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടക്കിറങ്ങിയവനെ പോലെയാണ്. ഒരു നല്ല കാര്യത്തിന് മറ്റൊരാളെ ഒരുക്കുകയോ സഹായിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ഒരുക്കുന്ന സഹായിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹജ്ജിന് ഒരുക്കി പറഞ്ഞയക്കുന്നവരെ കുറിച്ച് ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ കഴിവില്ലാത്ത ഒരാളെ സമ്പത്തുള്ള ഒരാൾ എല്ലാം കൊടുത്ത് ഹജ്ജിന് പൂർണ്ണമായ സൗകര്യങ്ങളൊരുക്കി ആ വ്യക്തിയെ പറഞ്ഞയച്ചാൽ ആ വ്യക്തി വിശുദ്ധ ഹറമുകളിൽ പോയി, ആ വ്യക്തി വിശുദ്ധ മക്കയിൽ പോയി ദിവസങ്ങൾ ചെലവിട്ട് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഹജ്ജിൻ്റെ പ്രതിഫലം അവിടെ പോകാതെ അത് നിർവഹിക്കാതെ നാട്ടിലുള്ള മറ്റൊരു വ്യക്തിക്ക് കൂടി ലഭിക്കുന്നു. ആ വ്യക്തിയാണ് ഈ വ്യക്തിയെ ഹജ്ജിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പറഞ്ഞയച്ചത് എന്നതാണ് അതിന് കാരണം. ഹജ്ജിന് പറഞ്ഞയച്ചാലും ദീനിൻ്റെ മാർഗത്തിൽ പടപ്പുറപ്പാടിന് പറഞ്ഞയച്ചാലും അറിവ് നേടാൻ പറഞ്ഞയച്ചാലും എന്തിനാണോ നമ്മുടെ പൂർണ്ണമായ ചെലവിലും നാം സൗകര്യമൊരുക്കിയിട്ടും ഒരാൾ പോകുന്നത് ആ വ്യക്തി ചെയ്യുന്ന പുണ്യത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഒട്ടും കുറയാതെ നമുക്കും ലഭിക്കുന്നു എന്ന വലിയ നേട്ടമുള്ള ഒരു ഇബാദത്താണ് ഇങ്ങനെ ഒരുക്കുക എന്നത്. നല്ല കാര്യത്തിന് വേണ്ടി ആളുകളെ ഒരുക്കുകയും അതിലൂടെ പുണ്യം നേടുകയും ചെയ്യുക എന്നതിലും വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വയം നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല മാർഗത്തിൽ രംഗത്തിറങ്ങണം, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെയും അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരുക്കണം, തയ്യാറാക്കണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിലൂടെ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ അതേ കൂലി പ്രവർത്തിക്ക് ഒരുക്കുന്നവനും കിട്ടുന്നു എന്ന പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ ഓഫറിൽ നമുക്ക് ഉൾപ്പെടാനാകും. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എങ്ങനെയെല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടാം എന്നതാണ്. അത് സ്വയം ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഒക്കെ ആവാം. ഏത് വിധേന അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടാൻ കഴിയുമോ ആ വിധേനയെല്ലാം അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കണം. അതുവഴി നമ്മുടെ എല്ലാം സ്വപ്നമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയണം. നല്ല കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഒരുക്കുക എന്നത് നമ്മുടെ ശീലമായി മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.